മാറാരോഗികളിലും മാനസിക രോഗികളിലും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരിലും എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവനായി കണ്ടുകൊണ്ട് യേശുവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ചെങ്കൽപ്പള്ളി നസ്രത്ത് ആശ്രമത്തിലെ വിശേഷങ്ങളുമായി നിത്യസാന്ത്വനത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പലപ്പോഴും ഈ സ്വാർത്ഥം കുവിഞ്ഞുകൂടുന്ന ലോകത്ത് കാരുണ്യത്തിൻ്റെ ഉറവിടങ്ങൾ വറ്റിത്തുടങ്ങുന്നു, കാരുണ്യത്തിൻ്റെ നദി ഇല്ലാതായിത്തീരുന്നു എന്നുള്ള സത്യം. അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി. പലപ്പോഴും ഒരു കൺസ്യൂമറിസ്റ്റിക് കാലഘട്ടത്തിൽ എല്ലാം വലിച്ചെറിയുന്നു, ഉപയോഗം കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കുന്നു എന്നുള്ള ചിന്തകളുടെ നടുവിൽ ചേർത്ത് പിടിക്കാനായിട്ടും വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തന്നെ ഇത് ആരംഭിക്കണമെന്നാണ് ഞാൻ പറയുക. കുടുംബങ്ങളിൽ തന്നെ അവഗണിക്കപ്പെടുന്നവരുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കണം. നമ്മുടെ പരിസരങ്ങളിൽ അവഗണിക്കപ്പെടുന്നവരും സഹായം അർഹിക്കുന്നവരുമായ ചെറിയവരുണ്ടെങ്കിൽ അവരെ കാണാനും കരുതാനും ചേർത്ത് പിടിക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെയൊക്കെ വലിയ ശുശ്രൂഷകൾ ചെയ്യുന്ന വൈദികരും സന്യസ്തരും അൽമായരും ഇന്ന് ധാരാളം ഉണ്ടെന്നുള്ളത് അഭിമാനകരമാണ്. ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായ ഈ മേഖലയിൽ വലിയ ദൗത്യങ്ങൾ നിർവഹിച്ച ഒരു വ്യക്തിത്വമാണ്. MCBS സഭാംഗമായ അച്ഛനോടുള്ള വലിയ അടുത്ത ബന്ധം ഈ മേഖലയിൽ പല കാര്യങ്ങളും ചെയ്യുന്നതിന് എനിക്കും സാധിച്ചിട്ടുണ്ടെന്നത് ഞാൻ ഈ സമയത്ത് അഭിമാനത്തോടെ ഓർക്കുകയാണ്. അച്ഛന് ആരംഭിച്ച ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. FBA പോലത്തെ പ്രസ്ഥാനങ്ങൾ, ഫ്രണ്ട്സ് ഓഫ് ദ ബേർഡ്സ് ഓഫ് ദി എയർ, അങ്ങനെയൊക്കെ ഒത്തിരി ആകാശപ്പറവകളുടെ കൂട്ടുകാർ എന്ന പേരിൽ ആരംഭം കുറിച്ച ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതുകൂടാതെ എല്ലാ രൂപതകളിലും തന്നെ വ്യത്യസ്തങ്ങളായ ഇത്തരം സ്ഥാപനങ്ങൾ വൈദികരും സന്യസ്തരും അൽമായരും കൈകോർത്ത് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ചെങ്കൽ നസ്രത്ത് ആശ്രമം ബഹുമാനപ്പെട്ട ഈ കുറ്റിക്കരച്ചനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആരംഭിച്ച ഭവനമാണ്. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിസ് കോളേജിൽ നടന്ന ഒരു കൺവെൻഷൻ, അതിന് പ്രത്യേകതയുണ്ടായിരുന്നു. ആ കൺവെൻഷൻ 90-92കളിൽ ഒരു വലിയ ചലനമായി രൂപപ്പെട്ടതാണ്. അന്ന് കൺവെൻഷൻ നടത്തിയത് തെരുവിൽ അലഞ്ഞു നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അവരെ ഒരുക്കുകയും അവർക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുകയും അവർക്ക് ഏതാനും നാളുകൾ സന്തോഷിച്ച് ഉല്ലസിക്കുവാനുള്ള വഴി ഒരുക്കുകയും ചെയ്തു. തുടർന്ന് അവരെ തിരികെ തെരുവിലേക്ക് അയക്കാൻ തുടങ്ങുമ്പോൾ കുറെ പേർ പറഞ്ഞു, ഞങ്ങൾക്ക് പോകുവാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് താമസിക്കുവാൻ ഒരിടം തരണം എന്ന് പറഞ്ഞതനുസരിച്ച് SH സന്യാസ സമൂഹം ചെങ്കല്ലിൽ അനേകം തെരുവിന്റെ മക്കൾ വന്ന് താമസമർപ്പിച്ചു. തെരുവിൽ അലഞ്ഞു നടക്കുന്ന മറ്റാളുകളെ ഉൾക്കൊള്ളിക്കുവാൻ അവിടെ ആവില്ല, ഒരു ഗണത്തിൽപ്പെട്ടവരെ മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ എന്ന് വന്നപ്പോൾ ചെങ്കൽ നസ്രത്ത് അതിന് സഹോദര ഭവനമായി ഇവിടെ ചെങ്കലിൽ തന്നെ ആരംഭിക്കുകയാണ്. 1993 കരിസ്മാറ്റിക് നവീകരണ രംഗത്തിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് സാധിച്ചത്. അതിനുശേഷം ഈ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെക്കണം എന്ന ആഗ്രഹത്തോടുകൂടി തടവറ മിനിസ്ട്രി ജീസസ് ഫ്രട്ടേണിറ്റി എന്ന സംവിധാനത്തിലൂടെ ജയിൽ വിസിറ്റ് ചെയ്യുവാനും തടവറ മക്കളെ കാണുവാനും ഒക്കെ സാധിച്ചു. ആ കാലഘട്ടങ്ങളിലാണ് ഫാദർ ജോർജ് കുറ്റിക്കൽ MCBS സഭാംഗമായ അച്ഛനുമായിട്ട് പരിചയപ്പെടുന്നത്. അച്ഛന് 1994 കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ധ്യാനം നടത്തി. സമൂഹത്തിൽ വേദനിക്കുന്ന ആകാശപ്രായ മക്കൾക്ക് വേണ്ടി, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന ആകാശപ്രായ മക്കളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. അതിനകത്ത് മനസ്സുരോഗികളുണ്ടായിരുന്നു, ഭിക്ഷാടകരുണ്ടായിരുന്നു, കുഷ്ഠരോഗികളുണ്ടായിരുന്നു. ഇവരെ എല്ലാവരെയും കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക് സ്കൂളിൽ വെച്ച് 1994 മാർച്ച് മാസം 13, 14, 15 തീയതികളിൽ ഒരു നവീകരണ ധ്യാനം അവർക്ക് വേണ്ടി നടത്തപ്പെടുത്തി. അന്ന് ഇപ്പോൾ ബിഷപ്പായിരിക്കുന്ന ജോസ് പുളിക്കലച്ചനായിരുന്നു അതിൻ്റെയൊക്കെ സംഘാടകൻ. അനേകം മക്കൾ 10-70ഓളം മാനസിക രോഗികളായ ഭിക്ഷാടക മക്കൾ ആ ധ്യാനത്തിൽ പങ്കുകൊണ്ടു. അതിനുശേഷം അച്ഛൻ അവർ ആവശ്യപ്പെട്ടു, ഇനിയും തെരുവിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ
അവരെ നോക്കുവാനായിട്ട് ആരെങ്കിലും ഇവിടെ കടന്നു വരണം എന്ന് പറഞ്ഞപ്പോൾ SH സന്യാസി സമൂഹം ചെങ്കൽപ്പള്ളിയിൽ സമീപത്തുള്ള ഒരു സ്ഥാപനത്തിലേക്ക് 17ഓളം വരുന്ന മക്കളെ ഏറ്റെടുത്തു. അപ്പോൾ അവർ ഭിക്ഷാടകരായ ആൾക്കാരാണ് അന്ന് അവിടെ ആ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നത്. അതിനകത്ത് അന്ന് നേതൃത്വം കൊടുത്തിരുന്നത് ചെങ്കൽപ്പള്ളി വികാരിയായിരുന്ന ജോസ് പുത്തക്കടമ്പലച്ചനുണ്ടായിരുന്നു. അതുപോലെ SH സന്യാസി സമൂഹത്തിൽ സിസ്റ്റർ റാണി, സിസ്റ്റർ ഇസിദോർ എന്നിവർ ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു. ആ നവീകരണ രംഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഞാൻ, അതുപോലെ തോമസ് കോയിപ്പുറം, ലാലിച്ചൻ തഴക്കൽ, ഇങ്ങനെ കുറച്ച് സഹോദരങ്ങൾ ഒന്നു ചേർന്ന് അവരെ ശുശ്രൂഷക്കാരെ അവിടെ പൊയ്ക്കൊണ്ടിരുന്നു. കാലക്രമേണ ഈ സ്ഥാപനത്തിൽ ഭിക്ഷാടകർക്ക് കൂടാതെ മാനസരോഗികളായ മക്കൾ കടന്നു വന്നപ്പോഴാണ് ഞങ്ങൾ മറ്റൊരു സ്ഥാപനത്തെപ്പറ്റി ചിന്തിക്കുന്നത്. മാനസരോഗികളെ നോക്കുവാനായിട്ട് പൊതുവേ സന്യാസിനികൾക്ക് വിഷമം വരും. കാരണം രാത്രി കാലങ്ങളിൽ ഞങ്ങളവിടെ ഇല്ല. അപ്പോൾ രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്ക് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. ആ സമയങ്ങളിലാണ് ഞങ്ങൾ വേറൊരു ഭവനത്തെപ്പറ്റി ആലോചിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്ററും ഞങ്ങളുടെ യുവജന കൂട്ടായ്മയിലുള്ള 10-15ഓളം വരുന്ന യുവാക്കളും എല്ലാം ഒന്ന് ചേർന്ന് വേറൊരു ഭവനത്തിന് വേണ്ടി അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ രൂപം കൊണ്ട സ്ഥാപനമാണ് ആകാശപ്പുറമുള്ള കൂട്ടുകാർ എന്ന് പറയുന്ന ഈ നസ്രത്ത് ആശ്രമം. ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ ഭിക്ഷാടക മക്കൾക്ക് വേണ്ടി ധ്യാനം നടത്തി. അച്ഛൻ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഒത്തിരി ആഗ്രഹിച്ച് സ്ഥാപനം ലഭിക്കാതെ ഈ മക്കളെ വെറുതെ വഴിയിലേക്ക് വിടേണ്ട വേദനിക്കുന്ന അവസരത്തിലാണ് അച്ഛൻ ഞങ്ങളുടെ സ്ഥാപക പിതാവിൻ്റെ കബറിടത്തിൽ പോയി കമിഴ്ന്ന് വീണ് ഒരു ദിവസം മുഴുവനും ഉപവസിച്ച് പ്രാർത്ഥിച്ചത്. അതിന് പ്രതിഫലമായി ദൈവം കൊടുത്തതാണ് ആദ്യമായി ചെന്നായിപ്പാറയിലെ ദിവ്യഹൃദയാശ്രമം. രണ്ടാമതാഴെ തുടങ്ങിയതാണ് 1994 ചെങ്കല്ലിൽ തിരുഹൃദയ ആശ്രമം. അപ്പം അച്ഛൻ എവിടെയെല്ലാം ധ്യാനം നടത്തുന്നുണ്ടോ അവിടെയെല്ലാം അച്ഛൻ പറയുന്ന ഒരു സാക്ഷ്യമാണ് തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകൻ ധന്യൻ കദളിക്കാട്ടിൽ മത്തായി അച്ഛനിലൂടെയാണ് ദൈവം ഈ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയതെന്ന്. അതുകൊണ്ട് ആദ്യത്തെ സ്ഥാപനത്തിന് ദിവ്യഹൃദയ ആശ്രമം എന്ന് പേരിട്ടു. രണ്ടാമത്തെ ആശ്രമത്തിന് അച്ഛൻ തിരുഹൃദയ ആശ്രമം എന്ന് പേരിട്ടു. അതിനു കഴിഞ്ഞ് വീണ്ടും ചെന്നായിപ്പാറയിൽ ഒരു ധ്യാനം നടത്തിയപ്പോൾ അച്ഛൻ ഞങ്ങളെ ധ്യാനത്തിനായിട്ട് അവിടെ പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തന്നെ രൂപത്തിലുള്ള സക്രാരി വാങ്ങി എൻ്റെ മടിയിൽ വെച്ച് തന്നിട്ട് പറഞ്ഞു, ഈശോയുടെ തിരുഹൃദയം അവിടെ പ്രതിഷ്ഠിക്കണം. ഈ തിരുഹൃദയത്തിൽ ദിവ്യകാരുണ്യം വെച്ച് അവിടെ ആരാധിക്കണം. ഈശോയുടെ തിരുഹൃദയത്തിന് മക്കളെ പ്രതിഷ്ഠിക്കണം. അച്ഛൻ തുടങ്ങുന്ന എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ മക്കളെയും തിരുഹൃദയത്തിന് സമർപ്പിക്കും. അതിനാൽ അച്ഛൻ മരിക്കാൻ കിടക്കുന്ന സമയത്തും ഈ സഹോദരങ്ങൾ അച്ഛനെ കാണാനായിട്ട് തങ്കച്ചനും കാണാൻ ചെന്നപ്പോഴും അച്ഛൻ ഒരിക്കൽ കൂടി അത് ആവർത്തിച്ചു. അതിൻ്റെ ഹൃദയത്തെ വളരെയേറെ സ്പർശിച്ചു. ഞങ്ങൾ ഇവിടെ നിന്നും ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് സ്ഥലം മാറുമ്പോഴും അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ച് ഇവിടെ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ രോഗിയായിരുന്നു ആ സമയത്തും പറഞ്ഞു, നിങ്ങളുടെ അപ്പൻ തുടങ്ങിയ സ്ഥാപനമാണിത്, ഇങ്ങനെ ഈ സ്ഥാപനത്തിൽ ശുശ്രൂഷ ചെയ്യുവാനാണ് മക്കളെ വിളിച്ചിരിക്കുന്നതെന്നൊരു ഓർമ്മ വേണം. ഞാൻ ആദ്യകാലത്ത് പോലീസ് സർവീസിൽ 21 വർഷം സർവീസ് ചെയ്ത് 89 തിരിച്ചു വന്നു. 89 ഒരു കൺവെൻഷൻ കൂടി, ഭാര്യ രോഗിയായിരുന്നു. ആ രോഗം മരുന്നുകൊണ്ട് മാറാതെ വന്ന ഒരു കൺവെൻഷനിലൂടെ രോഗശാന്തി കിട്ടി. ആ രോഗശാന്തിയിലൂടെ ഞങ്ങൾ 3 പോലീസുകാർക്ക് പരിപൂർണ്ണ ഒരു മാനസാന്തരം ഉണ്ടായി. അതിനുശേഷമാണ് കുറ്റിക്കലച്ചനോട് ജയിൽ മിനിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് കുറ്റിക്കലച്ചനോട് കാണാനിടയാവുകയും അങ്ങനെ ജയിൽ മിനിസ്റ്ററിൽ കൂടെ തന്നെ വന്ന് ആകാശപ്പുറയുടെ കൂട്ടുകാരായ ഈ ആശ്രമത്തിൻ്റെ ശിശുവിനെ പറ്റി അറിയാനും അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഈ ആശ്രമം തുടങ്ങുവാനും ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം ദൈവം തന്നു. ധ്യാനത്തിന് ശേഷം എൻ്റെ ശുശ്രൂഷകൾ മദ്യപാനിയായ ഞാനും എൻ്റെ സഹോദരങ്ങളും മദ്യത്തിന് മോചനം കിട്ടിയതുകൊണ്ട് എൻ്റെ ചുറ്റുപാടുള്ള മദ്യപാനികളായ മക്കളെ മോചിപ്പിക്കുക എന്നുള്ള ആഗ്രഹത്തിൽ കടന്നു വരികയും അങ്ങനെ മദ്യപാനികളായ വീടുകളിൽ പോയി അവരെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് കിടത്തിയും മുരിങ്ങൂർ ഡിവൈൻ ധ്യാന സെൻ്ററിൽ കൊണ്ടാക്കിയും മദ്യപാനത്തവർക്ക് മോചനം നൽകി വലിയൊരു കൂട്ടായ്മയായി വളർത്തിക്കൊണ്ടു വന്നു. ആ കാലഘട്ടത്തിൽ ഒത്തിരി ചെറുപ്പക്കാർ പിള്ളേരെ മദ്യത്തിൽ നിന്ന് മോചിപ്പിച്ച് എൻ്റെ കൂടെ പ്രവർത്തനത്തിന് വേണ്ടി ശുശ്രൂഷയും പ്രാർത്ഥനയിലൊക്കെ ആയിട്ട് എൻ്റെ കൂടെ അന്ന് കുറേ ചെറുപ്പക്കാർ പിള്ളേരുണ്ടായിരുന്നു. ആ പിള്ളേരുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളും വീടുകളിലൊക്കെ പോയി മാനസാന്തരത്തേക്ക് മറ്റുള്ളവരെ നയിക്കുകയും മറ്റേ പാവങ്ങളെ സഹായിക്കുകയും വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക, മറ്റുള്ള എന്തെങ്കിലും സേവനങ്ങൾ മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്യാൻ വേണ്ടി അന്ന് ചെറുപ്പക്കാർ പിള്ളേർ കൂടി ഞങ്ങൾ പലയിടത്തും പല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അതിനുശേഷമാണ് കുറ്റിക്കലച്ചനുമായിട്ട് ബന്ധപ്പെട്ട് ആകാശപ്പുറയുടെ കൂട്ടുകാരെന്നുള്ള പ്രസ്ഥാനത്തെപ്പറ്റി അറിയുകയും അച്ഛൻ്റെ ഒരു ധ്യാനത്തിലൂടെ
കുറേ പിള്ളേരോട് ഞാൻ പറയും എന്തെങ്കിലും പോയി നമുക്ക് നോക്കാം, എന്തെങ്കിലും നന്മയായ കാര്യങ്ങളാണ്, അതെന്തായാലും നമുക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കാമെന്നുണ്ട്. അച്ഛനോട് കാഞ്ഞിരപ്പള്ളി നടന്ന ധ്യാനത്തിലേക്ക് അവരെ കൊണ്ടുപോവുകയും ആ ധ്യാനത്തിന് ശേഷം അച്ഛനവിടെ വിളിച്ചു ചോദിച്ചു, ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ ആഗ്രഹിക്കാതെ ഈ പ്രിയപ്പെട്ട മക്കളെ നോക്കാൻ ഏതെങ്കിലും കോൺഗ്രിഗേഷനോ ഏതെങ്കിലും സഭയ്ക്കോ സാധിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് എടുക്കണം. അപ്പം അച്ഛനോട് അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ വെറും വൃത്തിയായിട്ട് നടന്നെങ്കിൽ ഭിക്ഷ പോലും കിട്ടത്തില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ വഴിയില്ല, അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വഴി അച്ഛനുണ്ടാക്കി തരണം. അങ്ങനെയാണ് നമ്മുടെ തിരുഹൃദയ ആശ്രമത്തിൽ ഈ 10-15 പേരെ എടുത്തുകൊണ്ട് നമ്മൾ ശുശ്രൂഷ തുടങ്ങി. ഞാൻ ഏറെ ആനന്ദം കണ്ടെത്തുന്ന 2 ശുശ്രൂഷാ മേഖലകളാണ്. ഒന്ന് ഇടവക വികാരി എന്നുള്ള ശുശ്രൂഷാ മേഖല, 2 പ്രകാരം ദൈവമക്കൾ ഒന്നിച്ചു കൂടുന്ന ആശ്രമ ശുശ്രൂഷ. ഞാനതിലേറെ ആനന്ദം കണ്ടെത്തുന്ന ഒരു വൈദികനാണ്. കാരണം ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ് ഏറ്റെടുത്ത് നടത്തുന്ന ആശ്രമ ശുശ്രൂഷ. പ്രത്യേകിച്ച് ചെങ്കൽ ആകാശപ്പറവരുടെ കൂട്ടുകാർ എന്ന് പറയുന്ന ഈ ശുശ്രൂഷ മേഖല ദൈവത്തിൻ്റെ ശുശ്രൂഷ നടത്തുന്നവരാണ്, സ്നേഹ ശുശ്രൂഷ നടത്തുന്നവരാണ്. കാരണം ദൈവം സ്നേഹമാണെന്ന് നമ്മളെ പഠിപ്പിച്ചതും നമ്മൾ പഠിച്ചറിഞ്ഞതുമാണ്. ഒപ്പം ദൈവത്തിൻ്റെ മുദ്ര പതിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഈ ശുശ്രൂഷ പിന്നിലൊക്കെ വർക്ക് ചെയ്യുന്നത്. ആത്മീയതയുടെ ഒരാഘോഷമുണ്ട്, ആത്മീയതയ്ക്കൊരു ആവേശമുണ്ട്. സ്പിരിച്വൽ എംപവറിങ്, സ്പിരിച്വൽ എൻലൈറ്റിങ്, അത് സഭ ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയെ സംബന്ധിച്ച് ഈ രൂപതയുടെ വളർച്ചയ്ക്ക് പിന്നിലും ഈ കാഞ്ഞിരപ്പള്ളി രൂപതയായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ ആശ്രമങ്ങളുണ്ട്. ഈ ആശ്രമ ശുശ്രൂഷ നിർവഹിക്കുന്ന വഴി രൂപതയിലെ ഇടവകൾക്കും ദൈവജനങ്ങൾക്കും എല്ലാം ഒരു അനുഗ്രഹപ്രദമായ ഒരു അനുഭവമുണ്ട്. ആശ്രമങ്ങളിൽ ഒത്തിരിയേറെ ആൾക്കാർ വന്ന് ശുശ്രൂഷ നിർവഹിച്ച് ദൈവസാന്നിധ്യത്തെ തൻ്റെ ഭവനങ്ങളിലും മറ്റ് വ്യക്തികളിലും ഇടപെടുത്താനുള്ള ഒരു ആവേശവും ഈ ജനങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ 70 മക്കളും ഈ സ്ഥാപനത്തിലുണ്ട്. നിലവിൽ അൽമായരുടെ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും സഭയ്ക്ക് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് കുറ്റിക്കലച്ചൻ്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കുറ്റിക്കലച്ചൻ ഈ ആകാശപ്രായം മക്കൾ എന്ത് കണ്ടുവോ അതിൻ്റെ മൂല്യങ്ങളൊന്നും കൈവിടാതെ അവരെ സമൂഹത്തിന് പ്രിയപ്പെട്ടവരാക്കി മാറ്റുവാൻ, അതുപോലെ സഭയുടെ മുഖം മനോഹരമാക്കുവാൻ, ഈ കാരുണ്യത്തിൻ്റെ മുഖമാണ് ശുശ്രൂഷാ മുഖം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ പ്രവർത്തനങ്ങളിലൂടെ സഭയെ മനോഹരമാക്കുവാനും സമൂഹത്തിൽ നല്ലൊരു മാതൃക കൊടുക്കുവാനും ഒക്കെ ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ സംരംഭം മുന്നോട്ട് വന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ വിഷമിച്ച് നടക്കുമ്പോഴാണ് ഒരു സ്ഥലം കണ്ടെത്തുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അഞ്ചാനിയിൽ അപ്പച്ചൻചേട്ടൻ എന്ന വ്യക്തി പുള്ളിയുടെ മകന് വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്ന സ്ഥലം കുറച്ചു കാലത്തേക്ക് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. അവിടെ 1996 ഞങ്ങൾ ഒരു സ്ഥാപനം, താൽക്കാലികമായ ഒരു സ്ഥാപനം അവിടെ പണി കഴിപ്പിച്ചുകൊണ്ട് അന്നത്തെ പിതാവായിരുന്ന വട്ടക്കുഴി പിതാവ് വന്ന് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. 1996 മെയ് മാസം 16-ാം തീയതി. അന്ന് തന്നെ സ്ഥാപനത്തിൽ വഴിയോരങ്ങളിലൂടെ കടന്നുപോയ 16ഓളം മക്കൾ ആ സ്ഥാപനത്തിൽ അന്തേവാസിയായി അന്ന് തന്നെ കിട്ടി. അവരെ ചിറക്കടവ് മാറപ്രയം ഹോസ്പിറ്റലിൽ അവരെ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം അവശേഷിച്ച 3-4 പേരെ സ്ഥാപനത്തിൽ നോക്കിക്കൊണ്ട് എന്നെ ആകാശപ്പുറങ്ങളുടെ നസ്രത്ത് ആശ്രമത്തിന്റെ ശുശ്രൂഷ മുന്നോട്ട് ആരംഭിച്ചു. ആ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളാണ് ഞാനുണ്ടായിരുന്നു, തോമസ് കോയിപ്പുറം, ലാലിച്ചൻ തഴക്കൽ, ലാൽ വെട്ടിമല, റോമി അന്തർപ്പേർ, അങ്ങനെ സജി എലവുങ്കൽ, ബോബൻ തോണിക്കുഴി, അങ്ങനെ കുറച്ച് വ്യക്തികളെ ഒന്നു ചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് ഈ മക്കളെ പുനരുദ്ധരിക്കുവാനുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് ഒരു വാടക കെട്ടിടം മാത്രമേ ഉള്ളൂ. 2 വർഷത്തോളം അവിടെ താമസത്തിന് ശേഷം അവരുടെ വീട് പണിയാനുള്ള പദ്ധതി കേട്ടപ്പോൾ ഞങ്ങൾ ഈ പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളും അന്വേഷിച്ചു, ഇവരെ അത് മാറ്റിപ്പാർപ്പിക്കുവാനായിട്ട് ഒരിടം കിട്ടുമോ എന്ന്. പല സമ്പന്ന കുടുംബങ്ങളും മുന്നോട്ട് വന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തുവെങ്കിലും നമുക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയില്ല. ആ സമയങ്ങളിലാണ് ചെങ്കൽ ഇടവകാവുമായ കാനാട്ട് മാത്തുക്കുട്ടി എന്ന വ്യക്തി ഞങ്ങളുടെ ആശ്രമത്തിൽ കടന്നു വരികയും ഈ മക്കൾക്ക് ആവശ്യമായിട്ട് 1/2 ഏക്കർ സ്ഥലം ഫ്രീ ആയിട്ട് തരാമെന്ന് പറയുകയും ചെയ്തു. എങ്കിൽ പോലും ഞങ്ങൾക്ക് ആ സമയത്ത് അവിടെ മാറേണ്ടി വന്നതുകൊണ്ട് ആ സമയങ്ങളിൽ മുണ്ടക്കൽ കുടുംബാംഗമായ ജോസ് പ്രദേശ് പെരുങ്കുന്നത്ത് സ്ഥാപനം നടത്തിയിരുന്ന വ്യക്തി അവരുടെ മക്കളും ഭാര്യയും എല്ലാം ഒന്ന് ചേർന്നുകൊണ്ട് അവിടെ കുറച്ചു കാലം താമസിക്കുവാനുള്ള ക്രമീകരണം ഞങ്ങൾ ചെയ്തു തന്നു. 2 വർഷത്തോളം ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ട് ഈ കാനാട്ട് മാത്തുക്കുട്ടി നൽകിയ സ്ഥലത്ത് ഇപ്പോൾ 10,000
സ്ക്വയർ ഫീറ്റോളം വരുന്ന കെട്ടിടം ഉണ്ടാക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ടീമടിലേക്ക് ഞാൻ കടന്നു വരാനുള്ള കാരണമെന്ന് പറയുന്നത് എൻ്റെ ജീവിത പങ്കാളിയാണ്. ജീവിത പങ്കാളി അല്പം മാനസികരോഗിയായിരുന്നു. അപ്പോൾ ആ അവസ്ഥയിലൂടെ കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഓരോ മാറ്റം തന്നെ വരുവാനായിട്ട് കഴിയുന്നത് ആ ജീവിത പങ്കാളിലൂടെയാണ്. ഇതുപോലെ മാനസികമായ നരകത്തെത്തിയ അനേകർക്ക് എൻ്റെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ ജീവിത സാക്ഷ്യം കൊണ്ട് അനേകർക്ക് ശ്വാസത്തിലേക്ക് നയിക്കപ്പെടുവാൻ, അവർക്ക് പ്രത്യാശയിലേക്ക് നയിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുവാനായിട്ടുള്ള ഒരു മേഖലയായിരുന്നു. അങ്ങനെ ഈ ശുശ്രൂഷയിൽ ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പം 30 വർഷമാകുന്നു. ഒരുമിച്ച് നല്ലപോലെ ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഒരു മനസ്സോടുകൂടെ ഈ ശുശ്രൂഷകളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരിക്കലും ഒരു പരാതിയോ പരിവങ്ങളോ ഒന്നുമില്ലാതെ ദൈവത്തിൻ്റെ വലിയ പരിപാലനയിൽ, ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൽ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. മത്തായി 25:31 തിരുവചനങ്ങൾ, എനിക്ക് വിശക്കുന്നവനായിരുന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു. ഞാൻ ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാനായിട്ട് തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങളെന്നെ ആശ്വസിപ്പിച്ചു. ഈ 6 തിരുവചനങ്ങളെ പൂർണ്ണമായിട്ട് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട്, ഈ 6 വചനങ്ങളെ ഞങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് അനേകർക്ക് പ്രത്യാശ കൊടുക്കുവാനായിട്ട്, താങ്ങും തണലുമാകുവാനായിട്ട്, അതായത് കുടുംബത്തിൽ നിന്ന് കടന്നു വരുന്നുണ്ടാകാം, വഴിയോരങ്ങളിലൂടെ കടന്നു വരുന്നുണ്ടാകാം, അവരെല്ലാം നമ്മൾ പ്രതിവദിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെ സ്നേഹം കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയും. ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടാണ്ട് 30 വർഷക്കാലം ഞാൻ പ്രവർത്തിച്ചു പോരുകയാണ്. ഇതാദ്യം SH കോൺവെൻറ്റിൽ തുടങ്ങിയ കാലത്ത് ഞാനായിരുന്നു സ്ഥിരമായി മെഡിക്കൽ ഓഫീസറായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നത്. അതിനുശേഷം അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറി, അഞ്ചാനി അപ്പച്ചൻ ചേട്ടൻ്റെ സ്ഥലത്തേക്ക് മാറി. അവിടെ നിന്ന് വീണ്ടും മുണ്ടയ്ക്കലെ വീട്ടിലേക്ക് മാറി. അപ്പോഴൊക്കെ ഞാനും ഈ സ്ഥാപനത്തിൻ്റെ സന്തോഷ സഹചാരിയായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് മാറി കഴിയുന്നത്ര സമയങ്ങളിൽ ഇവിടെ വിസിറ്റ് ചെയ്യുകയും രോഗികളെ പരിചരിക്കുകയും ചെയ്യുന്നതിലൊരു സന്തോഷം കണ്ടെത്തിയിരുന്നു. കാരണം മറ്റ് സേവന രംഗങ്ങളിൽ മനഃശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ഉള്ളതിനേക്കാളും ഉപരിയായ ഒരു സന്തോഷം. കാരണം സാധുക്കളായ മനുഷ്യരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അത് ദൈവാനുഗ്രഹത്തിൻ്റെ രൂപത്തിലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അനുഗ്രഹപ്രദമായ ഒരു അനുഭവമാണ് ഇവിടെ വരുമ്പോൾ ഉണ്ടാവുക. ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ മനഃശാസ്ത്ര രംഗത്തുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് മനഃശാസ്ത്രത്തിൻ്റെ അറിവുകൾ ഇപ്പോൾ കോട്ടയം MG യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അനുഭവം കൂടി ഈ രംഗത്തേക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സാധിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ട്. ഇവിടുത്തെ സേവനം സ്വർഗീയമായ അനുഭൂതിയാണ് തരിക. കാരണം നിഷ്കളങ്കരായ മനുഷ്യരോട് ചേർന്നുള്ള ഈ പ്രവർത്തനം എനിക്കെൻ്റെ ജീവിതകാലം ഇനിയും മുമ്പോട്ട് അവശേഷിക്കുന്ന കാലം മുഴുവനും ഇവിടെ കൂടുതൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ആശ്രമവുമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമുണ്ട്. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്, ഇവിടെ ശുശ്രൂഷ ചെയ്യുവാണ്. 2001 ഞാൻ നേഴ്സിംഗ് പാസ് ഔട്ട് ആയത്. അത് കഴിഞ്ഞ് ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്തു 6 വർഷം. പിന്നെ ഞാൻ സൗദി അറേബ്യയിൽ ഞാൻ വർക്ക് ചെയ്തു 12 വർഷം. അത് കഴിഞ്ഞ് 2020 ഓഗസ്റ്റിൽ ഞങ്ങൾ തിരിച്ചു വന്നു ഇവിടെ. അത് കഴിഞ്ഞപ്പോൾ കോവിഡിൻ്റെ ഒരു സീസൺ ആയിരുന്നപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ടും വളരെയേറെ വിഷമിച്ചിരുന്ന സമയമായിരുന്നു. കാരണം ആരുമായിട്ട് ബന്ധപ്പെടാനൊന്നും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ആശ്രമത്തെക്കുറിച്ച് അറിയുകയും ഞങ്ങൾ ഇങ്ങോട്ട് വരികയും ഇവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഒന്നിച്ചു പോകാനും ഞങ്ങൾക്ക് സാധിച്ചു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വളരെ നല്ലൊരു അനുഭവമാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷമുള്ളത്. ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുവാനും എല്ലാ രോഗികളെയും ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ആശ്രമത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ആകെ ഞങ്ങൾക്ക് 70 പേഷ്യൻ്റാണുള്ളത്. അതിൽ എല്ലാ പേഷ്യൻറ്റും തന്നെ സൈക്കോളജിക്കലായിട്ട് ബുദ്ധിമുട്ടുള്ള പേഷ്യൻറ്റും ലൈഫ് സ്റ്റൈൽ ഡിസീസും ഉള്ള പേഷ്യൻസാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ രാവിലെ വന്നിട്ട് മെഡിസിൻ കൊടുക്കുകയും അവരോടൊപ്പം തന്നെ അവരെ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യിപ്പിക്കുകയും അവരുടെ ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുകയും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ വേണ്ട കെയറുകൾക്ക് പ്രോപ്പറായിട്ട് ഞങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വന്ന സമയത്ത് പേഷ്യൻ്റ് വരുന്ന സമയത്താണെങ്കിലും വളരെ വയലൻ്റ് ആയിട്ടൊക്കെയാണ് വരുന്നതെങ്കിലും ഇവിടെ പ്രാർത്ഥനയുടെയും മരുന്നിൻ്റെയും ഒക്കെ ബലം കൊണ്ടും ഞങ്ങൾക്ക് പേഷ്യൻസിനെ കാം ആൻഡ് ക്വയറ്റായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഇതിനെല്ലാം ദൈവത്തിൻ്റെ പരിപാലനം ഒന്നുകൊണ്ട് മാത്രമാണ് നടക്കുന്നത്. 1996 സമയത്ത് ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കൽ അച്ഛൻ ഒരു ആകാശപ്പറവുകൾക്ക് വേണ്ടി ഒരു ആശ്രമം തുടങ്ങുന്നതിന് ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ നടന്ന ഒരു ധ്യാനത്തിനോട് അനുബന്ധമായിട്ട് പറയുകയും അത് തുടങ്ങുകയും ചെയ്തു. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉള്ള ഒരു സൗകര്യം ഇല്ലായിരുന്നു. അവർക്ക് താമസിക്കുവാനുള്ള ഒരു ചെറിയ സൗകര്യം ഏതെങ്കിലും ഒരു കുടുംബം കൊടുക്കുകയാണെങ്കിൽ അത് ഇടവയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ
എന്നൊരാശയം അച്ഛൻ പങ്കുവയ്ക്കുകയും ഞങ്ങൾ കുടുംബത്തിൽ വീട്ടിലെ ചാച്ചനും ഒക്കെ ആയിട്ട് ഞങ്ങളത് ആലോചിച്ചു. ചാച്ചൻ അത് ഞങ്ങളുടെ ഒരു ചെറിയ കെട്ടിടം ആ സമയത്ത് കിടപ്പുണ്ടായിരുന്നു, അവിടെ ഞങ്ങൾ ആ സൗകര്യം കൊടുത്തു. അങ്ങനെ അത് ഒരു ആകാശപ്രവളുടെ ഒരു ആശ്രമം അവിടെ സ്ഥാപിതമായി. നമ്മളുടെ ചെങ്കൽ ഭാഗത്തും അതുപോലെ തന്നെ പരിസരത്തുമുള്ള കുറേ യുവജനങ്ങൾ അത് ഏറ്റെടുക്കുകയും അവരത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഏതാണ്ട് ഒരു വർഷത്തേക്കാണ് ഞങ്ങളത് പറഞ്ഞിരുന്നതെങ്കിലും 2.5 വർഷത്തോളം അവർക്കത് അവിടെ നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഏതാണ്ട് 10 പേരിൽ തുടങ്ങി 80-100 പേര് വരെ വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. അതിനെ വളർത്തി എടുക്കുവാനായിട്ട് ഇടവകയും വൈദികരും നമ്മുടെ രൂപതയും ഒക്കെ ചേർന്നുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഇന്നത് വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറിയെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിട്ട് തന്നെ കാണുന്നു. അതിന് ഒരു എളിയ തുടക്കം കുറിക്കുവാനായിട്ട് ഞങ്ങൾക്കും അതിൻ്റെ അകത്ത് അവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വചനമുണ്ട്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ, ഞാൻ വിശക്കുന്നവനായി വന്നു, എനിക്ക് ഭക്ഷണം തന്നു, ഞാൻ ദാഹിക്കുന്നവനായി വന്നു, എനിക്ക് കുടിക്കാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു, എനിക്ക് പാർപ്പിടമില്ലായിരുന്നു, പാർപ്പിടം. അപ്പോൾ ഈ വചനങ്ങൾ എന്നെ സ്വാധീനിച്ചതുകൊണ്ട് ഈ ആശ്രമത്തിൽ പലവിധത്തിൽ നഗ്നത അനുഭവിക്കുന്നവരും പലവിധത്തിൽ വിശപ്പ് അനുഭവിക്കുന്നവരും പലവിധത്തിൽ ദാഹിക്കുന്നവരുമായ മക്കൾ ഉണ്ടല്ലോ എന്നോർത്ത് ആ ശുശ്രൂഷയിലേക്ക് കടന്നു വരാനായിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇവിടുത്തെ ശുശ്രൂഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള രോഗികളിൽ 97% ആൾക്കാരും മാനസിക രോഗികളാണ്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള നിരാശാബോധമുള്ളവരുണ്ട്, സ്കിസോഫ്രീനിയ പോലെയുള്ള മാനസികമായിട്ടുള്ള മാരക രോഗമുള്ളവരുണ്ട്, മെനിയ ഉള്ളവരുണ്ട്. അതുപോലെ ഇന്ന് മാനസിക രോഗികളിൽ വളരെയധികം കണ്ടുവരുന്ന സംശയ രോഗമുള്ളവരുണ്ട്. അപ്പോൾ ഈ രോഗികളൊക്കെ വഴിയിൽ നിന്നും വഴിയോരങ്ങളിൽ നിന്നുമൊക്കെയാണ് ആൾക്കാർ കൊണ്ടുവരുന്നത്. ഇവർ വരുമ്പോൾ വളരെ വികൃതമായ രൂപങ്ങളിലൊക്കെയാണ് ഇവർ വരുന്നത്. പല വർഷങ്ങളായിട്ട് മുടി വെട്ടാത്തവരും ഭക്ഷണം കഴിക്കാത്തവരും വസ്ത്രം അലക്കാത്തവരും ഒക്കെ ആയിരിക്കും. അതുപോലെ ഇവരുടെ സ്വഭാവം മിക്കപ്പോഴും വയലൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ, ചെന്നായ്ക്കളെ പോലെയുള്ള ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ സ്നേഹമുള്ള ശുശ്രൂഷ ലഭിച്ചു കഴിയുമ്പോൾ, കുറേ നാൾ കഴിയുമ്പോൾ, അതുപോലെ തന്നെ ഞാൻ കൊടുക്കുന്ന മെഡിസിന്, ഞാൻ മെഡിസിനിൽ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നൊരു വ്യക്തിയല്ല. ഞാൻ മെഡിസിൻ കൊടുക്കുന്നു, അവിടെ ദൈവത്തിൻ്റെ കൃപ ആ മെഡിസിനിൽ വരുന്നു, അങ്ങനെ എൻ്റെ രോഗികളെ സുഖപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ മെഡിസിൻ കൊണ്ടും ഇവിടുത്തെ സ്നേഹ ശുശ്രൂഷ കൊണ്ടും ഈ മക്കളൊക്കെ ഒരു 3-4 ആഴ്ച കൊണ്ട് വളരെ കുഞ്ഞാടുകളെ പോലെ ആ കാണുന്ന സംഭവം നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് മെഡിസിൻ്റെ അല്ലെങ്കിൽ സയൻസിൻ്റെ വലിയൊരു ശക്തിയേക്കാൾ ഈ ആശ്രമങ്ങളിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത് തമ്പുരാൻ്റെ കരം, ദൈവത്തിൻ്റെ കരം എൻ്റെ മേലുണ്ട്. ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് എനിക്ക് ദൈവകൃപയാൽ ധാരാളം പേരെ സ്നേഹത്തിലേക്ക് അല്ലെങ്കിൽ സൗഖ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുള്ളതെന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പം തൊട്ടേ ആശ്രമത്തിൽ അധികം, പപ്പ ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടേ ആശ്രമത്തിൽ അധികം ശുശ്രൂഷ ചെയ്യാറുള്ളതാണ്. ആ ഒരു ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് മാത്രമാണ്, ആ ഒരു ഇൻസ്പയർഡ് ആയിട്ട് മാത്രമാണ് ഞാൻ നേഴ്സിംഗ് ചൂസ് ചെയ്തത്. ഇപ്പം ഞാൻ BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഈ ഒഴിവ് സമയങ്ങളിലും ആശ്രമത്തിൽ അധികം ശുശ്രൂഷ ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നിലവിലിപ്പോൾ 5000-ഓളം വരുന്ന മാനസികരോഗികളായ മക്കളെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. പല മക്കളെയും സമാജത്തെ തിരിച്ചെത്തിക്കുവാൻ സാധിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ വിവാഹം കഴിച്ചിരുന്നില്ല. അതിന് ശേഷമാണ് വിവാഹം കഴിക്കുന്നത്. ഈ ആശ്രമം തുടങ്ങിയതിന് ശേഷം ആണ് വിവാഹം കഴിക്കുന്നതും. ഇപ്പോഴത്തേക്ക് 3 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. പിന്നെ അവരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു, ജോലിയിലേക്ക് പ്രവേശിച്ചവരുണ്ട്. കുട്ടികളച്ചൻ്റെ ആത്മീയ നേതൃത്വത്തിലാണ് അന്നും ഇന്നും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നവീകരണ രംഗത്തിന് ശേഷം മറ്റ് ജോലിയില്ലാതെ ഈ നവീകരണ പ്രവർത്തനങ്ങൾ ഇന്ന സമയത്ത് ഞങ്ങളെല്ലാം ഒന്നു ചേർന്ന സമയങ്ങളിൽ പ്രാർത്ഥനയിലൂടെ അച്ഛന് എന്നെ ഇതിൻ്റെ നഷ്ടദാസങ്ങളുടെ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. അച്ഛൻ എല്ലാവരെയും നിൽക്കാൻ പറയും, മുട്ടുമേൽ നിന്നുകൊണ്ട് കാൽ ചുംബിച്ച് ഓരോരുത്തരെയും അവകാശങ്ങൾ ഓരോ അധികാരങ്ങൾ ഏൽപ്പിക്കുകയായത്. ലാലിച്ചൻ അരക്കൽ പുള്ളിയോട് പറഞ്ഞു, ഈ മക്കളെ എല്ലാ കാര്യം ഉത്തരവാദിത്തോടെ നോക്കിക്കണം. എന്നോട് പറഞ്ഞു ഈ സ്ഥാപനത്തിൻ്റെ ഭംഗിയായ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകണം. തോമസേനോട് പറഞ്ഞു എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ക്രമീകരിച്ച് സാമ്പത്തിക മേഖല നോക്കണം. അങ്ങനെ പലരെയും പല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച്
വളരെ മനോഹരമായിട്ട് ഇത് നടത്തുവാനുള്ള കൃപ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിക്കുകയായത്. പിന്നെ കുറ്റിക്കലിനെ സംബന്ധിച്ചുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഈ ശുശ്രൂഷകളൊക്കെ എപ്പോഴും സഭയുടെ മുഖം മനോഹരമാക്കുവാനായിട്ട് ചെയ്യണം. അപ്പം പുരോഹിതൻ വരും, കന്യാസ്ത്രീ വരണം, അല്ലുമായൻ വരണം. ഇവർ 3 പേരും കൂടെ ഒന്നു ചേർന്നുള്ള ശുശ്രൂഷയാണ് ആകാശപ്പെട്ട ശുശ്രൂഷ എന്ന് പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ആശ്രമം തുടങ്ങിയ കാലഘട്ടം മുതൽ ഇവിടെ ആശ്രമം സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ഫാദർ മാത്യു വൈലിങ്കൽ ഇപ്പോൾ വിശ്രമജീവൻ നയിക്കുകയാണ്. അച്ഛനിവിടെ 14 വർഷത്തോളം നസ്രത്ത് ആശ്രമത്തിലുണ്ടായിരുന്നു. അങ്ങനെ പല മേഖലകളിലും അച്ഛൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം നമുക്ക് സഹായിച്ചിട്ടുണ്ട്.